തലയണ പറഞ്ഞ കഥ. പാമ്പിൻ പുറ്റിന് അരികിൽ വെക്കപ്പെട്ട കുട്ടി കരഞ്ഞു. ആ കരച്ചിൽ ശബ്ദം കേട്ട 5 തലയുള്ള നാഗം പുറത്തേക്ക് വന്ന് നോക്കി. ആ കുട്ടി ആരുടേതാണെന്ന് തന്റെ ജ്ഞാനദൃഷ്ടിയിൽ അത് മനസ്സിലാക്കി. ആ കുട്ടിയുടെ പിതാവായ ഗന്ധർവരൂപന്റെ പൂർവികർ 21 തലമുറകളായി ആ പാമ്പിൻ പുറ്റിൽ പാലൊഴിച്ച് ആരാധിച്ചു പോന്നവരായിരുന്നു. അതുകൊണ്ട് അവരുടെ വംശവിളക്കായ ആ കുട്ടിക്ക് യാതൊരുവിധ ആപത്തും വരുത്താതെ തന്റെ തലയിലേറ്റി അത് കൊണ്ടുപോയി അരികിലുണ്ടായിരുന്ന കാളീക്ഷേത്രത്തിന്റെ തിരുനടയിൽ കൊണ്ടുവച്ചതിനു ശേഷം മടങ്ങിപ്പോയി. ദിവസവും രാവിലെ കാളീക്ഷേത്രത്തിൽ വന്ന് വണങ്ങുന്നത് ഗന്ധനാഥൻ രാജാവിന്റെ പതിവായിരുന്നു. എപ്പോഴത്തെയും പോലെ അന്ന് രാവിലെയും വന്ന് വണങ്ങുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ ശബ്ദം കേട്ടു. സന്നിധിയിൽ കിടന്നിരുന്ന കുട്ടിയെ നോക്കുമ്പോൾ 32 ലക്ഷണങ്ങളും ഒത്തിണങ്ങിയതായിരുന്നു. ആ കുട്ടിയെ കൊട്ടാരത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി തന്റെ പട്ടമഹിഷിയായ റാണിക്ക് നൽകി. മദനസിംഹൻ എന്ന് ആ കുട്ടിക്ക് പേരിട്ടു. ഒരു രാജകുമാരനെ പോലെ തന്നെ സകല സൗഭാഗ്യങ്ങളോടും പ്രതാപത്തോടും കൂടി അവനെ വളർത്തിക്കൊണ്ടുവന്നു. മദനസിംഹൻ യൗവനപ്രായത്തിലെത്തി. അവനേക്കാൾ ഭംഗിയുള്ളവൻ കാട്ടിലോ നാട്ടിലോ എങ്ങുമില്ല എന്ന് പറയത്തക്കവണ്ണം അത്രയേറെ വശ്യതയാർന്ന സൗന്ദര്യമുള്ളവനായിരുന്നു അവൻ. ഒരു ദിവസം മദനസിംഹൻ ആനപ്പുറത്തേടെ നഗരം ചുറ്റിക്കാണാൻ ഇറങ്ങി. അങ്ങനെ നടക്കുമ്പോൾ സൗന്ദര്യവല്ലിയുടെ വീടിന് സമീപത്തുകൂടി ആന എഴുന്നള്ളത്ത് കടന്നുപോയി. ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്ന ഗന്ധർവരൂപി പുറത്തേക്ക് വന്ന് നോക്കി. ആനപ്പുറത്തിരുന്ന മദനസിംഹൻ തന്റെ ഭർത്താവായ ഗന്ധർവനെ പോലെ തന്നെ ഇരിക്കുന്നത് കണ്ട് അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. ആ സമയം മദനസിംഹനും അവളെ ഉറ്റുനോക്കി. അവൻ തന്നെ നോക്കുന്നത് ശ്രദ്ധിച്ച ഗന്ധർവരൂപി പെട്ടെന്ന് തന്നെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. മദനസിംഹൻ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി വിരഹവേദനയാൽ തപിച്ചു. അവൻ ആ വീട് അടയാളം വെച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി. അന്നു രാത്രി മദനസിംഹൻ തന്റെ അടുത്ത സുഹൃത്തിനെ വിളിച്ചു. അവന്റെ കയ്യിൽ 1000 പൊന്നാണയങ്ങൾ കൊടുത്തിട്ട് സൗന്ദര്യവല്ലിയുടെ വീട്ടിലേക്ക് അയച്ചു. ആ വീട്ടിലുള്ള സുന്ദരിയോടൊപ്പം അന്നു രാത്രി ഉല്ലാസമായി ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വിവരം അവളോട് പറഞ്ഞിട്ട് വരാൻ ആവശ്യപ്പെട്ടു. സൗന്ദര്യവല്ലിയും 1000 പൊന്നാണയങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് മദനസിംഹനോട് വരാൻ പറഞ്ഞു. സുഹൃത്ത് വന്ന വിവരം പറഞ്ഞതും മദനസിംഹൻ രാത്രിയിൽ സൗന്ദര്യവല്ലിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. സൗന്ദര്യവല്ലിയുടെ വീടിന്റെ ഉമ്മറത്ത് ഒരു കറുത്ത പശുവും അതിന്റെ കിടാവും കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. രാത്രി സമയമായതിനാൽ തിടുക്കത്തിൽ പോയ മദനസിംഹൻ ആ പശുക്കിടാവിനെ ചാടിക്കടന്നാണ് മുന്നോട്ടു പോയത്. മദനസിംഹൻ തന്നെ ചാടിക്കടന്നു പോകുന്നത് കണ്ട പശുക്കിടാവ്, അമ്മേ, ഈ രാജകുമാരൻ എന്നെ ചാടിക്കടന്നു പോകുന്നുവല്ലോ എന്ന് തന്റെ അമ്മയോട് പറഞ്ഞു. അത് കേട്ട തള്ളപ്പശു, അവൻ തന്നെ പ്രസവിച്ച സ്വന്തം അമ്മയെ തന്നെ കാമുകിയാക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ളവൻ നിന്നെ ചാടിക്കടന്നു പോകുന്നതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. മദനസിംഹന് സകല ജീവജാലങ്ങളുടെയും ഭാഷകൾ നന്നായി അറിയാമായിരുന്നു. അതിനാൽ പശുവും കിടാവും തമ്മിൽ സംസാരിച്ച വാക്കുകൾ അവന്റെ കാതുകളിൽ വീണു. അവൻ ഞെട്ടിപ്പോയി. അവ പറഞ്ഞ വാക്കുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ അവൻ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. മദനസിംഹനെ സൗന്ദര്യവല്ലി സന്തോഷത്തോടെ സ്വീകരിച്ച് കട്ടിലിരുത്തി. അതിനുശേഷം ഗന്ധർവരൂപിയുടെ അടുക്കൽ ചെന്ന് രാജകുമാരൻ വന്നിരിക്കുന്ന വിവരം അറിയിച്ചു. അവനോട് എങ്ങനെ പെരുമാറണമെന്ന വേശ്യാവൃത്തിയുടെ രീതികളെക്കുറിച്ച് വിശദമായി പറഞ്ഞുകൊടുത്തു. അതുവരെ അത്തരം വാക്കുകളോ തൊഴിൽ രീതികളോ കേട്ടു പരിചയമില്ലാത്ത ഗന്ധർവരൂപി ആകെ തകർന്നുപോയി. സൗന്ദര്യവല്ലി പറഞ്ഞ വാക്കുകൾ അവളെ ഈട്ടിവാളുകൊണ്ട് കുത്തുന്നത് പോലെയായിരുന്നു. അവൾ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് മനം നൊന്ത് കരഞ്ഞു. അവളെ കൂടുതൽ ചിന്തിക്കാൻ വിടാതെ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി മദനസിംഹൻ ഇരുന്നിരുന്ന കട്ടിലിനരികിൽ കൊണ്ടുചെന്ന് വിട്ടിട്ട് സൗന്ദര്യവല്ലി പുറത്തേക്കിറങ്ങി വാതിലടച്ചു കളഞ്ഞു. കട്ടിലിൽ പിടിച്ചുകൊണ്ട് ഒന്നും സംസാരിക്കാതെ ഗന്ധർവരൂപി നിന്നുകൊണ്ടിരുന്നു. കറുത്ത പശു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ മദനസിംഹൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഗന്ധർവരൂപിയുടെ മാറിടത്തിൽ നിന്നും പാല് ചുരുന്ന മദനസിംഹന്റെ മുഖത്തേക്ക് തെറിച്ചു വീണു. ഉടനെ അവൻ ഞെട്ടിവിറച്ച് എഴുന്നേറ്റ് കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. സൗന്ദര്യവല്ലിയുടെ വീട്ടിൽ കണ്ട സ്ത്രീയുടെ യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കാതെ താൻ ഇനി ആഹാരം കഴിക്കില്ല എന്ന് തീരുമാനിച്ച് അവൻ കിടപ്പറയിലേക്ക് പോയി കിടന്നു. പതിവായി ഗന്ധനാഥൻ രാജാവിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാറുള്ള മദനസിംഹൻ അടുത്ത ദിവസം ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വരാത്തത് കണ്ട ഗന്ധനാഥൻ അവന്റെ മുറിയിലേക്ക് ചെന്ന് നോക്കി. മദനസിംഹൻ അതീവ ദുഃഖത്തോടെ കിടക്കുന്നത് കണ്ട രാജാവ് പരിഭ്രാന്തനായി. എന്താണ് കാര്യം? നിന്റെ മുഖം എന്താണ് ഇങ്ങനെ വാടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. അത് മാറുന്നതുവരെ ഞാൻ ഭക്ഷണം തൊടുക പോലുമില്ല എന്ന് മദനസിംഹൻ പറഞ്ഞു. അതെന്താണ് സംശയം എന്ന് ഗന്ധനാഥൻ ചോദിച്ചു. ഇതുവരെ ഞാൻ അങ്ങയുടെ സ്വന്തം മകനായ രാജകുമാരനാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ എനിക്ക് സംശയം തോന്നിയിരിക്കുന്നു. സത്യത്തിൽ എന്റെ യഥാർത്ഥ ചരിത്രത്തിന്റെ മുഴുവൻ വിവരങ്ങളും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ കളയും എന്ന് മദനസിംഹൻ പറഞ്ഞു. മദനസിംഹന്റെ ചോദ്യം ഗന്ധനാഥനെ പരിഭ്രാന്തനാക്കി. സത്യാവസ്ഥ പറഞ്ഞില്ലെങ്കിൽ അവൻ ജീവൻ വെടിയുമെന്ന് ഭയന്ന് മദനസിംഹനോട് തന്റെ മകൻ ഗന്ധർവരൂപൻ, മരുമകൾ ഗന്ധർവരൂപി എന്നിവരുടെ ചരിത്രം അദ്ദേഹം വിശദമായി പറഞ്ഞുകൊടുത്തു. അത് കേട്ട മദനസിംഹൻ, ഇതുകൊണ്ട് എന്റെ സംശയം തീരുന്നില്ല. ഈ നഗരത്തിലുള്ള വേശ്യാസ്ത്രീയായ സൗന്ദര്യവല്ലിയെയും അവളുടെ വീട്ടിലുള്ള ആ സ്ത്രീയെയും ഇങ്ങോട്ട് വരുത്തി അന്വേഷിച്ചാൽ മാത്രമേ മുഴുവൻ സത്യാവസ്ഥയും വ്യക്തമാകൂ എന്ന് പറഞ്ഞു.
ഗന്ധനാഥൻ ഉടൻ തന്നെ കാവൽക്കാരെ അയച്ച് സൗന്ദര്യവല്ലിയെയും അവളുടെ വീട്ടിലുള്ള ആ സ്ത്രീയെയും കൂട്ടിക്കൊണ്ടുവരാൻ ഉത്തരവിട്ടു. അവർ രണ്ടുപേരെയും രാജാവിന്റെ മുന്നിൽ ഹാജരാക്കി. രാജാവ് സൗന്ദര്യവല്ലിയോട്, നിന്നോടൊപ്പം വന്നിരിക്കുന്ന ഈ സ്ത്രീ ആരാണ്, അവളുടെ ചരിത്രം എന്താണ് എന്ന് ചോദിച്ചു. സൗന്ദര്യവല്ലി ശ്മശാനത്തിൽ വെച്ച് അവളെ കണ്ടത് മുതൽ താൻ കൂടെ കൊണ്ടുവന്നതുവരെയുള്ള അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. അതിനുശേഷം ഗന്ധർവരൂപി തന്റെ ഭർത്താവിനെ കാണാതായത് മുതൽ സൗന്ദര്യവല്ലി തന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി സംരക്ഷിച്ചതുവരെയുള്ള വിവരങ്ങൾ പറഞ്ഞു. തുടർന്ന് വയറ്റാട്ടിയെ വരുത്തി ചോദ്യം ചെയ്തു. ഗന്ധർവരൂപിക്ക് ജനിച്ച ആൺകുട്ടിയെ പാമ്പിൻ പുറ്റിന് അരികിൽ താൻ ഉപേക്ഷിച്ചു പോന്ന വിവരം അവളും തുറന്നു പറഞ്ഞു. എന്നാൽ മദനസിംഹന് സംശയം പൂർണ്ണമായി മാറിയില്ല. പാമ്പിൻ പുറ്റിനരികിൽ ഉപേക്ഷിക്കപ്പെട്ട ആ കുട്ടി താൻ തന്നെയാണെന്ന് സമ്മതിക്കാൻ അവൻ തയ്യാറായില്ല. അതുകൊണ്ട് ആ സംശയം തീർക്കുന്നതിനായി എല്ലാവരും കാളീക്ഷേത്രത്തിൽ ചെന്നു വണങ്ങി തങ്ങളുടെ സംശയങ്ങൾ മാറ്റിത്തരണമെന്ന് അപേക്ഷിച്ചു. ഉടനെ കാളീദേവി പ്രത്യക്ഷപ്പെട്ട് പാമ്പിൻ പുറ്റിൽ വെക്കപ്പെട്ടിരുന്ന കുട്ടി ഈ മദനസിംഹൻ തന്നെയാണ് എന്ന് അരുളി ചെയ്തു. കാളി പറഞ്ഞത് കേട്ട ഗന്ധനാഥൻ തന്റെ മകൻ ഗന്ധർവരൂപനെ കാണാതായതിനു ശേഷമാണ് ഗന്ധർവരൂപി ഗർഭിണിയായത്. അങ്ങനെയിരിക്കെ മദനസിംഹനെ തങ്ങളുടെ കൊച്ചുമകനായി എങ്ങനെ അംഗീകരിക്കും എന്ന് ചോദിച്ചു. കാളിദേവി ദേവകന്യകമാർ വന്ന് ഗന്ധർവരൂപനെ തൂക്കിയെടുത്തു കൊണ്ടുപോയ വിവരങ്ങളെല്ലാം വിശദീകരിച്ചു പറഞ്ഞു കൊടുത്തിട്ട് മദനസിംഹൻ ഗന്ധർവരൂപന് തന്നെ ജനിച്ച മകനാണ് എന്ന് വ്യക്തമാക്കി. ഉടനെ ഗന്ധർവരൂപി കാളിദേവിയുടെ പാദങ്ങളിൽ വീണു വണങ്ങി. അമ്മേ, എന്റെ ഭർത്താവ് വീണ്ടും എന്റെ അടുക്കലേക്ക് തിരിച്ചെത്താനുള്ള വഴി പറഞ്ഞു തന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിച്ചു. എല്ലാ വെള്ളിയാഴ്ചകളിലും വ്രതമനുഷ്ഠിച്ച് ആ ദേവകന്യമാരോട് പ്രാർത്ഥിച്ചാൽ നിന്റെ ഭർത്താവ് വീണ്ടും നിന്റെ അടുക്കലേക്ക് തിരിച്ചെത്തും എന്ന് കാളിദേവി വരമരുളി. അതുപോലെ ഗന്ധർവരൂപി എല്ലാ വെള്ളിയാഴ്ചകളിലും വ്രതമനുഷ്ഠിച്ചു പോന്നു. അതുകൊണ്ട് മനസ്സലിഞ്ഞ ദേവകന്യകമാർ ഗന്ധർവരൂപിനെ തിരികെ കൊണ്ടുവന്ന് വിട്ടിട്ട് മടങ്ങിപ്പോയി. പല വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്നു ചേർന്ന തന്റെ മകൻ ഗന്ധർവരൂപിന് കിരീടധാരണം നടത്തി ഭരണം അവനെ ഏൽപ്പിച്ചതിനു ശേഷം ഗന്ധനാഥൻ രാജാവ് തപസ് ചെയ്യാനായി പുറപ്പെട്ടു എന്ന് പറഞ്ഞ് തലയണ കഥ അവസാനിപ്പിച്ചു. വിക്രമാദിത്യ മഹാരാജാവേ, അങ്ങല്ലാതെ വേറെ ആര് ചോദിച്ചാലും ഞങ്ങൾ ഈ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നില്ല എന്ന് തലയണ കൂട്ടിച്ചേർത്തു. കല്യാണ മണ്ഡപത്തിൽ ഇരുന്നിരുന്ന രത്നവ്യാപാരിയെ നോക്കി തലയണ വിക്രമാദിത്യ ഭൂപതി എന്ന് വിളിച്ചു പറഞ്ഞതും അവിടെയുണ്ടായിരുന്ന എല്ലാവരും സന്തോഷക്കടലിൽ ആറാടി. ഏലക്കരമ്പിന് അളവറ്റ ആനന്ദമുണ്ടായി. ഏലക്കരിമ്പ് മാലയിട്ടത് വിക്രമാദിത്യ മഹാരാജാവിനെയാണെന്ന് അറിഞ്ഞതും അവിടെയുണ്ടായിരുന്ന മറ്റെല്ലാ നാട്ടുരാജാക്കന്മാരും വന്ന് അദ്ദേഹത്തെ വണങ്ങി ഉപചാരങ്ങൾ അർപ്പിച്ചു. ഏലക്കരമ്പിന്റെ പിതാവായ ശംഭുനാഥൻ രാജാവ് മനസ്സ് നിറഞ്ഞു സന്തോഷിച്ചു. അദ്ദേഹം തന്റെ മകളെ വിക്രമാദിത്യന് വിവാഹം കൽപ്പിച്ചു നൽകി. വിവാഹ ചടങ്ങുകൾ മംഗളകരമായി പൂർത്തിയായതും വിക്രമാദിത്യൻ ബ്രാഹ്മണന്റെ വീട്ടിൽ ഏൽപ്പിച്ചിരുന്ന വേദഗോവിന്ദന്റെ മകനെയും കൂട്ടിക്കൊണ്ട് ഒപ്പം ഏലക്കരിമ്പിനെയും വേതാളത്തെയും കൂട്ടി ഉജ്ജയിനി മഹാകാളിപുരത്തിലേക്ക് മടങ്ങിയെത്തി. അത്തരം അപാരമായ കഴിവുകളുള്ള വിക്രമാദിത്യൻ ഭരണം നടത്തിയ ഈ സിംഹാസനത്തിൽ അങ്ങേക്ക് ഇരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവുകളിൽ അല്പമെങ്കിലും അങ്ങയിൽ ഉണ്ടായിരിക്കണം എന്ന് മൂന്നാമത്തെ പടിയിലുണ്ടായിരുന്ന പാവ പറഞ്ഞു നിർത്തി.